പ്രീതികരണ സുഹൃത്തുക്കളെ എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ വൈസ്രോയിമാര് 8ാം ഭാഗത്തേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴ്സൺ പ്രഭുവിനെ കുറിച്ച് പഠിച്ചു. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഓഗസ്റ്റ് 6 തീയതി രാജിവെച്ചു വന്നു. രാജിവെച്ച സമയത്ത് താൽക്കാലികമായിട്ട് ഇന്ത്യയുടെ വൈസ്രോയി സ്ഥാനം മിന്റോ സെക്കൻഡ് ഏറ്റെടുക്കുന്നു. മിന്റോ സെക്കൻഡ് ഔദ്യോഗികമായി ഇന്ത്യയുടെ വൈസ്രോയി ആകുന്നത് നവംബർ മാസം 1905 നവംബർ 21. എങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും മിന്റോ അധികാരത്തിലിരുന്ന സമയത്താണ് ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വരിക. അപ്പൊ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സണും ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ആരാണ്? മിന്റോ സെക്കൻഡുമാണ്. അത് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, യെസ്, മിന്റോ സെക്കൻഡ് 1905 മുതൽ 1910 വരെയാണ് മിന്റോ സെക്കൻഡ് ഇന്ത്യയുടെ വൈസ്രോയിയായി സേവനം ചെയ്തത്. ഓഗസ്റ്റ് 6 തീയതി ആര് രാജിവെച്ചു? കഴ്സൺ രാജിവെച്ചു. അപ്പൊ ഓഗസ്റ്റ് 7 തീയതി ആര് താൽക്കാലികമായി ഇന്ത്യയുടെ വൈസ്രോയിയായി മാറി? മിന്റോ പ്രഭു. ആ 1905 ഓഗസ്റ്റ് 7 തീയതി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ആൾക്കാർ വിചാരിച്ചു, ദേശാഭിമാനികൾ വിചാരിച്ചു, കഴ്സൺ പ്രഭു രാജിവെച്ചല്ലോ, ഇനി എന്ത് ചെയ്യില്ല, ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ കൊണ്ടുവരില്ല. മിന്റോ പ്രഭുവിനോട് ചോദിച്ചു, താങ്കളുടെ ഭാവി പ്രവർത്തനം എങ്ങനെയായിരിക്കും? അപ്പൊ മിന്റോ പ്രഭു പറഞ്ഞു, എന്റെ മുൻഗാമി എന്താണ് തുടങ്ങി വെച്ചത് അത് പൂർത്തീകരിക്കുകയാണ് എന്റെ ദൗത്യം. അത് കഴ്സൺ പ്രഭു പ്രഖ്യാപിച്ച ബംഗാൾ വിഭജനം താൻ പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്ന് തന്നെ മിന്റോ പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് 1905 ഓഗസ്റ്റ് 7 തീയതി സ്വദേശി പ്രസ്ഥാനം അഥവാ വന്ദേ മാതരം പ്രസ്ഥാനം ആരംഭിച്ചത്. സ്വദേശി പ്രസ്ഥാനം നമ്മൾ പ്രത്യേകിച്ച് പഠിക്കും, കുറെ വിശദമായി തന്നെ അവിടെ പഠിക്കാനുണ്ട്. ഇവിടെ ജസ്റ്റ് സൂചിപ്പിക്കാം, എന്തുകൊണ്ടാണ് സ്വദേശി പ്രസ്ഥാനം വന്ദേ മാതരം പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്? സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്? അല്ല. ഇന്ത്യയിലെ തീവ്ര ദേശീയവാദികൾ കൽക്കട്ട ടൗൺ ഹാളിൽ കൂടിച്ചേരുകയും അവര് രൂപീകരിച്ചതാണ് സ്വദേശി പ്രസ്ഥാനം. കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്. ഇന്ത്യയിലെ ദേശാഭിമാനികൾ കൽക്കട്ട ടൗൺ ഹാളിൽ ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ചതാണെന്ത്? സ്വദേശി പ്രസ്ഥാനം. സ്വദേശിവൽക്കരണമായിരുന്നു പ്രധാന ലക്ഷ്യം. അത് എല്ലാ മേഖലയിലും സ്വദേശിവൽക്കരണം എന്ന് പറഞ്ഞാൽ ഭരണത്തിലായിക്കോട്ടെ, വ്യവസായത്തിലായിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ, എല്ലാത്തിലും സ്വദേശികൾ തന്നെ എന്ത് ചെയ്യണം? നേതൃത്വത്തിൽ വരണം. ആ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതൊരു സംഘടനയാണോ? അല്ല. പ്രസ്ഥാനം, അതിന്റെ ഇംഗ്ലീഷ് വാക്ക് മൂവ്മെന്റ് എന്നാണ്. അർത്ഥം ആശയപ്രചരണം എന്നാണ് അല്ലെ. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രസ്ഥാനം എന്ന് അവസാനിക്കുന്ന കുറെ കാര്യങ്ങൾ പഠിക്കും. അവിടേക്ക് നിങ്ങൾ മനസ്സിലാക്കാതെ ആശയപ്രചരണമാണ്, അത് സംഘടനയല്ല. സംഘടനയാണെങ്കിൽ അതിനൊരു ആസ്ഥാനം ഉണ്ടാവും. ആശയപ്രചരണമാണെങ്കിൽ ആസ്ഥാനം ഉണ്ടാവൂ? ഇല്ല. അപ്പൊ സ്വദേശി പ്രസ്ഥാനം എന്ന ആശയമാണ് അവിടെ പ്രചരിപ്പിക്കുക. ആ ആശയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ദേശാഭിമാനികൾ ഇറങ്ങി സഞ്ചരിക്കുകയാണ്, പ്രസംഗിക്കുകയാണ്, അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇവരെ മുഴക്കുന്ന മുദ്രാവാക്യമായിരുന്നു വന്ദേ മാതരം. ഇവരുടെ ലക്ഷ്യം സ്വദേശിവൽക്കരണം, അതുകൊണ്ട് ഇവര് സ്വദേശി പ്രസ്ഥാനം എന്ന് പേരിട്ടു. ആ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവര് മുഴക്കിയിരുന്ന മുദ്രാവാക്യമായിരുന്നു വന്ദേ മാതരം. ഈ വന്ദേ മാതരം മുഴക്കിക്കൊണ്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇവരെ ഇറങ്ങി ചെല്ലുക. അതുകൊണ്ട് പൊതുസമൂഹം കണക്കാക്കുന്നത് ഇവര് വന്ദേ മാതരം മുഴക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ ആ സ്വദേശി പ്രസ്ഥാനത്തെ എന്തെന്ന് വിളിച്ചു? വന്ദേ മാതരം പ്രസ്ഥാനം എന്ന് വിളിച്ചു. മനസ്സിലായോ? അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം വന്ദേ മാതരം ആയതുകൊണ്ട് ജനങ്ങൾ അതിനെ എന്തെന്നും കണക്കാക്കി? വന്ദേ മാതരം പ്രസ്ഥാനം എന്ന് കണക്കാക്കി. PS ചോദിക്കുമ്പോൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന്, അല്ലെങ്കിൽ വന്ദേ മാതരം പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് എന്നാണ് 1905 ഓഗസ്റ്റ് 7 തീയതി. 1905 ഒക്ടോബർ 16 തീയതി ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആരുടെ കാലഘട്ടത്താണ്? മിന്റോ പ്രഭു രണ്ടാമന്റെ കാലഘട്ടത്താണ്. അപ്പോഴും ഔദ്യോഗികമായി മിന്റോ വൈസ്രോയി ആയിട്ടില്ല. താൽക്കാലികമായി ഇന്ത്യയുടെ വൈസ്രോയി സ്ഥാനം അദ്ദേഹം കൈയാളുന്നു എന്ന് മാത്രം. ഓക്കെ, 1906 ധാക്ക ആസ്ഥാനമായി മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്നത് കിഴക്കൻ ബംഗാളിന്റെ വികസനത്തിന് വേണ്ടി എന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത്. പക്ഷേ ഇന്ത്യക്കാര് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും രണ്ടായി വേർതിരിച്ചു എന്ന കാഴ്ചപ്പാട് സ്വീകരിച്ചു. അങ്ങനെ കിഴക്കൻ ബംഗാളിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ആയതുകൊണ്ട് ധാക്ക ആസ്ഥാനമായി മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും പടിഞ്ഞാറൻ ബംഗാളിലെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ എന്ത് ചെയ്യും?
പടിഞ്ഞാറൻ ബംഗാളിലെ കൽക്കട്ട ആസ്ഥാനമാക്കി എന്ത് രൂപീകരിച്ചിട്ടുണ്ടാവും? ആ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? യെസ്, നമുക്ക് നോക്കാം. 1907 മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ ഹിന്ദു സഭ രൂപീകരിക്കപ്പെട്ടു. പക്ഷേ ടാഗോർ ഉൾപ്പെടെയുള്ള ധീരദേശാഭിമാനികൾ ഇത് പിന്തുണച്ചില്ല. കാരണം ബ്രിട്ടീഷുകാർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറൻ ബംഗാളിൽ ഹിന്ദുക്കളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഹിന്ദുസഭ രൂപീകരിക്കുന്നതും കിഴക്കൻ ബംഗാളിൽ മുസ്ലിങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതും ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം സാധൂകരിക്കുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഹിന്ദുസഭയെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയോ ധീരദേശാഭിമാനികൾ പിന്തുണച്ചില്ല. അതാണ് യാഥാർത്ഥ്യം. ഹിന്ദുസഭയും പിന്തുണച്ചില്ല, മുസ്ലിം ലീഗിനെയും പിന്തുണച്ചില്ല. സംശയമുണ്ടാവരുത്. ഹിന്ദു സഭയാണ് മദൻ മോഹൻ മാളവിയ രൂപീകരിക്കുക. നമ്മൾ നവോത്ഥാനം പഠിക്കുമ്പോൾ മദൻ മോഹൻ മാളവിയെ കുറിച്ച് വ്യക്തമായി പഠിക്കും. എങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ, നിങ്ങളുടെ മനസ്സിൽ സംശയം വന്നുകൂടാ എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരും, സർ ഹിന്ദു മഹാസഭയല്ലേ മദൻ മോഹൻ മാളവിയ ആരംഭിച്ചത്? അതെ, പക്ഷേ 1907 മദൻ മോഹൻ മാളവിയ 1915 വലിയൊരു ഹിന്ദു സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനം ഹിന്ദു മഹാസഭ എന്ന പേരിൽ അറിയപ്പെട്ടു. ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കണമെന്ന് തീരുമാനം കൈക്കൊണ്ടു. അങ്ങനെ 1916 ആ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ബനാറസ് ഹിന്ദു സർവകലാശാല രൂപീകരിക്കുക. അതോടൊപ്പം ബനാറസ് ഹിന്ദു സർവകലാശാല നിർമ്മാണത്തിന് വേണ്ടി ഒത്തിരി കാശൊക്കെ വേണ്ടി വരുമല്ലേ, അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? യെസ്, യാചനയിലൂടെ ഫണ്ട് സ്വീകരിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ യാചകരുടെ രാജകുമാരൻ എന്നൊക്കെ വിളിക്കുക. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടനാ പ്രവർത്തനം വേണമെന്ന് തോന്നി. അങ്ങനെ 1916 ഹിന്ദു മഹാസഭ എന്ന സംഘടന ആരംഭിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങൾ. മദൻ മോഹൻ മാളവിയ ഹിന്ദു സഭ ആരംഭിച്ചത് 1907. ഹിന്ദു മഹാസഭ എന്ന സമ്മേളനം നടത്തിയത് 1915. ഹിന്ദു മഹാസഭ എന്ന സംഘടന ആരംഭിച്ചത് 1916. ഓക്കെ, നമ്മൾ പിന്നീട് പഠിക്കും. നവോത്ഥാന മേഖലയിൽ നമ്മൾ പോകുമ്പോൾ മദൻ മോഹൻ മാളവിയ വ്യക്തമായി പഠിക്കും. ഇവിടെ തൽക്കാലം 1907 മദൻ മോഹൻ മാളവിയ ആരംഭിച്ച സംഘടനയുടെ പേരെന്താ? ഹിന്ദു സഭ. അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കി നമ്മൾ വിശദമായി പിന്നീട് പഠിക്കേണ്ടതാണ് കേട്ടോ. യെസ്, അപ്പൊ മിൻഡോ സെക്കൻഡ് 1905 മുതൽ 10 വരെ. മിൻഡോ സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ വന്ദേമാതരം പ്രസ്ഥാനം ആരംഭിച്ചു. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നു. 1906 ധാക്ക ആസ്ഥാനമായി മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. 1907 മദൻ മോഹൻ മാളവിയയുടെ നേതൃത്വത്തിൽ ഹിന്ദു സഭയും രൂപീകരിക്കപ്പെട്ടു. 1907 ഡിസംബറിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജിക്കപ്പെടുകയും തീവ്രവാദി വിഭാഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹിഷ്കരിക്കുകയും ചെയ്തു. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ സൂററ്റ് സ്പ്ലിറ്റ് എന്നൊക്കെ പറയും, പക്ഷെ യഥാർത്ഥത്തിൽ തീവ്രവാദികൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശദമായി പഠിക്കും. ആ സമയത്ത് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. ഇപ്പൊ തൽക്കാലം മിൻഡോ സെക്കൻഡിന്റെ കാലഘട്ടത്ത് 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജിക്കപ്പെടുകയും തീവ്രവാദി വിഭാഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ബഹിഷ്കരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനുശേഷം മിതവാദികൾ മാത്രമേ ഇവിടെയുള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുള്ളൂ. തീവ്രവാദികൾ ഇറങ്ങിപ്പോയി എന്നർത്ഥം. ഓക്കെ, ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അരുൺ ധേൽ ആയിരുന്നു. ഓക്കെ, ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുവാൻ മിൻഡോ പ്രഭു രണ്ടാമൻ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? അരുൺ ധേൽ ആയിരുന്നു. അരുൺ ധേൽ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. 1907 മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ ഹിന്ദുസഭ രൂപീകരിക്കപ്പെട്ടു. പക്ഷേ ദേശാഭിമാനികൾ പലപ്പോഴും സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് അത് പരാജയമായി ചിലർ കാണുന്നുണ്ട്. എങ്കിലും ഹിന്ദുസഭ രൂപീകരിക്കപ്പെട്ടു. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജിക്കപ്പെടുകയും തീവ്രവാദി വിഭാഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹിഷ്കരിക്കുകയും ചെയ്തു.
ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാൻ കമ്മിറ്റി നിയമിച്ചു. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അരുൺഡേലായിരുന്നു. ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അരുൺഡേലാണ്. ക്ലിയർ അല്ലേ? ഇനി 1908 ഖുദിറാം ബോസ് കൊല്ലപ്പെട്ടു. ആരാണ് ഖുദിറാം ബോസ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. 19ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ബ്രിട്ടീഷുകാരെ തൂക്കിലേറ്റി കൊന്നതാണ് കേട്ടോ. ബംഗാളില് വിപ്ലവ പ്രസ്ഥാനങ്ങൾ 1905 ബംഗാൾ വിഭജനത്തിന് ശേഷം ആരംഭിച്ചു ഒത്തിരി വിപ്ലവ പ്രസ്ഥാനങ്ങൾ. ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യം തന്നെ ആയുധ പോരാട്ടത്തിലൂടെ അല്ലെങ്കിൽ സായുധ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക. ആ ആശയമാണ് ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ടത്. അരവിന്ദ് ഘോഷ് ആയിരുന്നു അതിൽ പ്രധാനി. ആ ഒരു ആശയത്തിന്റെ പേരിൽ ഒട്ടനവധി യുവജനങ്ങളാണ് വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ അംഗമായത്. അവർ പ്രത്യക്ഷത്തിൽ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ ആക്രമിക്കാൻ ആരംഭിച്ചു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി പിടിയിലാകുകയും ഖുദിറാം ബോസിനെ 19ാം വയസ്സിൽ തൂക്കിലേറ്റുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ പറയുക, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ഉൾപ്പെടെയുള്ള ധീരദേശാഭിമാനികളെ നമ്മൾ തുടർന്ന് പഠിക്കും വിശദമായി തന്നെ. എങ്കിലും ഒരൊറ്റ കാര്യം ഇപ്പൊ തൽക്കാലം ഓർത്തു വെക്കുക, 1908 ഖുദിറാം ബോസ് കൊല്ലപ്പെട്ടു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ആര്? ഖുദിറാം ബോസ് എന്ന് പറയുക. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു, 1908 ഇന്ത്യൻ പത്ര നിയമം പാസാക്കി. ഇന്ത്യൻ പത്ര നിയമം പാസാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ 1908 മിന്റോ സെക്കൻഡ് ആണ്. ഈ പത്ര നിയമം പിന്നീട് റീഡിംഗ് പ്രൂഫുമാണ് റദ്ദ് ചെയ്യുന്നത് കേട്ടോ. റീഡിംഗ് പ്രൂഫ് വരെ ഇതിവിടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ഇന്ത്യൻ പത്ര നിയമം പാസാക്കിയത് 1908 ആരാണ്? മിന്റോ സെക്കൻഡ് ആണ്. ലിട്ടൺ പ്രൂഫ് പാസാക്കിയത് എന്താ? പ്രാദേശിക പത്രഭാഷാ നിയമം അല്ലെ? 1872 പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയതാണ് ആര്? ലിട്ടൺ പ്രഭു. ഇന്ത്യൻ പത്ര നിയമം പാസാക്കിയത് 1908 മിന്റോ സെക്കൻഡ് ആണ്. സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസാക്കിയത് 1799 ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി. സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസാക്കിയത് 1799 റിച്ചാർഡ് വെല്ലസ്ലി. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയത് 1878 ലിട്ടൺ പ്രഭു. ഇന്ത്യൻ പത്ര നിയമം പാസാക്കിയത് 1908 ആരാണ്? മിന്റോ സെക്കൻഡുമാണ്. അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചുപോയ പത്ര നിയമങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം കേട്ടോ. ടെൻഷനൊന്നും വേണ്ട. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടാവും. ഒരുപക്ഷെ മറന്നുപോയാലും അത് ഓർമ്മ വരട്ടെ, അതുകൊണ്ടാണ്. ഓക്കെ, ഹാപ്പി ആൾവേസ്. സാമുദായിക സംവരണ മണ്ഡലങ്ങളുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സാമുദായിക സംവരണ മണ്ഡലങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുക? അതിനൊരു കാരണമുണ്ട്. 1909 ഇന്ത്യൻ കൗൺസിൽ നിയമത്തിലൂടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചുകൊണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലെ? അപ്പൊ സാമുദായിക സംവരണ മണ്ഡലങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മിന്റോ സെക്കൻഡ് ആണ്. എന്തുകൊണ്ടാ? 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം പാസാക്കിയത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. പാസാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ആരാ? മിന്റോ സെക്കൻഡ്. ആ സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മോർലി ആയിരുന്നു. മിന്റോ എന്ന വൈസ്രോയും മോർലി എന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ചേർന്ന് നടപ്പിലാക്കേണ്ട നിയമമായതുകൊണ്ട് നമ്മൾ അതിനെ മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് വിളിച്ചു. 1909 ഈ ഇന്ത്യൻ കൗൺസിൽ നിയമപ്രകാരം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടി വരിക. ഒന്ന്, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. രണ്ട്, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെ നിയമിക്കും. അങ്ങനെ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് SP സിൻഹ ആയിരുന്നു. SP സിൻഹ, സചീന്ദ്ര പ്രസാദ് സിൻഹ, SP സിൻഹ. ഓക്കെ. അപ്പൊ 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം. PSC ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണ മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഏത് നിയമമായിരുന്നു? ഫസ്റ്റ് ഓപ്ഷൻ 1909 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം.
ഓപ്ഷൻ സി 1919 ഇന്ത്യൻ കൗൺസിൽ നിയമം. ഓപ്ഷൻ ഡി 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. നിങ്ങൾ എന്ത് പറയും? ഇന്ത്യൻ കൗൺസിൽ നിയമത്തെ കൗൺസിൽ നിയമം എന്ന് തന്നെ പറയും. നമ്മള് 1858 ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ നിയമങ്ങളെ രണ്ടായി നമുക്ക് വർഗീകരിക്കാൻ പറ്റും. ഒന്ന് കൗൺസിൽ നിയമവും, രണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഗവൺമെന്റ് നിയമവും. കൗൺസിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടത്, നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടതായിരിക്കും കൗൺസിൽ നിയമം. ഭരണപരമായ കാര്യങ്ങളായിരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതുകൊണ്ട് 1909 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം എന്ന് തന്നെ പറയണം. അപ്പൊ ഭരണസംബന്ധമായ കാര്യങ്ങളാണ് നിയമത്തിലൂടെ പാസ്സാക്കുന്നതെങ്കിൽ അതിന്റെ പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നായിരിക്കും. നിയമനിർമ്മാണ സഭയുമായി, ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിയമം വഴി പാസ്സാക്കുന്നതെങ്കിൽ അതിന്റെ പേര് കൗൺസിൽ നിയമം എന്നായിരിക്കും. അപ്പൊ 1909 ഇന്ത്യൻ കൗൺസിൽ നിയമമാണെന്ന് കൃത്യമായി മനസ്സിലാക്കി. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി മിന്റോയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മോർലിയുമാണ്. ഈ രണ്ടുപേരുമാണ് നടപ്പിലാക്കേണ്ടത്. നിയമം പാസ്സാക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ്, നടപ്പിലാക്കേണ്ടത് ഈ രണ്ടുപേരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അൺഒഫീഷ്യലി, അനൗദ്യോഗികമായി, അങ്ങനെ പറയാൻ പാടുള്ളൂ, അൺഒഫീഷ്യലി മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് വിളിക്കുന്നു. PSC ചോദിക്കുമ്പോൾ മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് എന്ത്? 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം. ഔദ്യോഗികമായി അതിന്റെ പേര് 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം. അൺഒഫീഷ്യലി നമ്മൾ എന്തെന്ന് വിളിക്കും? മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് വിളിക്കും. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറയും. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. പക്ഷെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. നടപ്പിലാക്കുന്നത് പിന്നീടാണ് കേട്ടോ, 1916. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെ നിയമിക്കും. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുമ്പോൾ വൈസ്രോയ്ക്ക് വേണ്ടി നിയമം നിർമ്മിക്കാൻ സഹായിക്കുന്ന കൂട്ടായ്മയാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഒരു ഇന്ത്യക്കാരനെ നിയമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് SP സിൻഹ, സചീന്ദ്ര പ്രസാദ് സിൻഹ. ഓക്കെ, SP സിൻഹയാണ് കേട്ടോ, മറക്കില്ലല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? തുടക്കം തൊട്ട്. മിന്റോ സെക്കൻഡ് 1905 മുതൽ 1910 വരെ. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം അഥവാ വന്ദേമാതരം പ്രസ്ഥാനം ആരംഭിച്ചത് മിന്റോ സെക്കൻഡിന്റെ കാലഘട്ടം. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി സ്ഥാനത്ത് മിന്റോ സെക്കൻഡ് ആയിരുന്നു. ബംഗാൾ വിഭജനത്തെ തുടർന്ന് 1906 കിഴക്കൻ ബംഗാളിലെ ധാക്ക ആസ്ഥാനമാക്കി മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. 1907 പടിഞ്ഞാറൻ ബംഗാളിൽ മദൻ മോഹൻ മാളവ്യയുടെ നേതൃത്വത്തിൽ ഹിന്ദു സഭ രൂപീകരിക്കപ്പെട്ടു. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജിക്കപ്പെടുകയും തീവ്രവാദി വിഭാഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി നിയമിച്ചത് മിന്റോ സെക്കൻഡ് ആണ്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അരുൺ ഡേൽ ആയിരുന്നു. 1908 ഖുദ്രാം ബോസ് കൊല്ലപ്പെട്ടു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. 1908 ഇന്ത്യൻ പത്രനിയമം പാസാക്കി. സാമുദായിക സംവരണ മണ്ഡലങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് ആര് തന്നെ? മിന്റോ സെക്കൻഡ് തന്നെ. എന്തുകൊണ്ട്? 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം പാസാക്കിയത് ബ്രിട്ടീഷ് പാർലമെന്റ്. മിന്റോ, മോർലി എന്നിവർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരമാണ്. മിന്റോ എന്ന് പറയുന്ന വൈസ്രോയാണ്, മോർലി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അതുകൊണ്ട് 1909 ഇന്ത്യൻ കൗൺസിൽ നിയമത്തെ മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെ നിയമിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ആരാ? SP സിൻഹ. അടുത്ത നമ്മൾ പറയുന്നു ഹാർഡിഞ്ച് സെക്കൻഡിനെ കുറിച്ച്. ഹാർഡിഞ്ച് സെക്കൻഡ്. ഹാർഡിഞ്ച് സെക്കൻഡിന്റെ കാലഘട്ടം 1910 മുതൽ 16 വരെ. 1910 മുതൽ 16 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിയായി സേവനം ചെയ്തു. 1911 ബോംബെയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം ആരംഭിച്ചു. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നത് 1924 കേട്ടോ. അത് മറക്കരുത്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്, നിർമ്മാണം ആരംഭിച്ചു എന്ന്. ചില പുസ്തകങ്ങളിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചു എന്ന് കാണാറുണ്ട്. അല്ല, ഹാർഡിഞ്ച് പ്രഭു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം ആരംഭിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഹാർഡിഞ്ച് പ്രഭു സെക്കൻഡ് 1911 ബോംബെയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം ആരംഭിച്ചു. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്തിനു വേണ്ടിയാണ് നിർമ്മാണം ആരംഭിച്ചേ? ജോർജ് അഞ്ചാമനെ സ്വീകരിക്കാൻ. ജോർജ് അഞ്ചാമൻ ബ്രിട്ടനിലെ ഭരണാധികാരിയാണ്. അദ്ദേഹം
അറബിക്കടലിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹം വരുന്നത് കപ്പൽ മാർഗമായതുകൊണ്ട് എവിടെ എത്തിച്ചേരും? മുംബൈയിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരു ആർച്ച് പണികഴിപ്പിച്ചു. അത്രേ ഉള്ളൂ. നമ്മള് എന്താണ് VIP-കളെ സ്വീകരിക്കാൻ ആർച്ചൊക്കെ പണികഴിപ്പിക്കലൂടെ? അതുപോലെ സിമ്പിൾ. കാണാനൊന്നും പഠിക്കണ്ട. അപ്പൊ ജോർജ് അഞ്ചാമൻ രാജാവിനെ സ്വീകരിക്കാനാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം ആരംഭിച്ചത്. അങ്ങനെ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് 1924 അതുകൊണ്ട് പിൽക്കാലത്ത് ഇന്ത്യയുടെ കവാടം എന്ന് എന്തിനെ വിശേഷിപ്പിക്കുന്നു? നിർമ്മിതി ഉള്ളത് കൊണ്ട് ഇന്ത്യയുടെ കവാടം എന്ന് ആര് വിശേഷിപ്പിക്കുന്നു? ബോംബെ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? മുംബൈ. എന്നാൽ ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? അത് ഡൽഹിയിലാണ് കേട്ടോ. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്മാരകമാണ്, അത് ഡൽഹിയിലാണ്. 1911 ഡൽഹിയിൽ കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ചു. അപ്പൊ ജോർജ് അഞ്ചാമൻ വന്നത് 1911 മുംബൈയിൽ വന്നു. എന്നിട്ട് ആ സമയത്ത് അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയി? ഡൽഹിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ വിരുന്ന് കൊടുക്കുകയാണ്. ആ വിരുന്ന് അറിയപ്പെടുന്ന പേരാണത് കൊറോണേഷൻ ദർബാർ. അപ്പൊ കൊറോണേഷൻ ദർബാർ ആർക്ക് വേണ്ടിയിട്ടാണ്? ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി. ഏത് വർഷം? 1911. ഇതിനു മുമ്പ് ഡൽഹിയിൽ എന്തെങ്കിലും ദർബാർ സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഗ്രാൻഡ് ദർബാർ. ഡൽഹിയിൽ ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചത് ആരായിരുന്നു? ലിട്ടൺ പ്രഭു ആയിരുന്നു. ആർക്ക് വേണ്ടി? വിക്ടോറിയ രാജ്ഞിക്ക് വേണ്ടി. ഡൽഹിയിൽ കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ചത് ആരാ? ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ആർക്ക് വേണ്ടി? ജോർജ് അഞ്ചാമന് വേണ്ടി. അപ്പൊ ഡൽഹിയിൽ കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ചത് ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി ഹാർഡിഞ്ച് പ്രഭു. ഡൽഹിയിൽ ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചത് 1877 ആർക്ക് വേണ്ടി? യെസ്, വിക്ടോറിയ രാജ്ഞിക്ക് വേണ്ടി. നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഇതുകൊണ്ട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്. കേരള നവോത്ഥാനത്തില് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഡൽഹി ദർബാർ. ഡൽഹി ദർബാർ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ഡൽഹി ദർബാർ എന്ന പുസ്തകത്തിൽ ഏത് വിരുന്നാണ് സൂചിപ്പിക്കുന്നത്? 1877 ഗ്രാൻഡ് ദർബാർ ആണോ? 1911 കൊറോണേഷൻ ദർബാർ ആണോ? ഉത്തരം 1911 കൊറോണേഷൻ ദർബാർ ആണ്. നിങ്ങളുടെ മനസ്സിൽ ഗ്രാൻഡ് ദർബാർ ഉണ്ട്, ലിട്ടൺ പ്രഭു ആണെന്ന് പറഞ്ഞിട്ട് ഡൽഹി ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ കൊറോണേഷൻ ദർബാർക്ക് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുക. ചിലർ ആൾറെഡി കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചുറപ്പിക്കണം. ഈ കൊറോണേഷൻ ദർബാറിനെ വിമർശിച്ചുകൊണ്ടാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഡൽഹി ദർബാർ എന്ന പുസ്തകം എഴുതുക കേട്ടോ. അപ്പൊ ഹാർഡിഞ്ച് പ്രഭു 1910 തൊട്ട് 16 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിയായി സേവനം ചെയ്തു. 1911 ബോംബെയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം ആരംഭിച്ചു, ജോർജ് അഞ്ചാമനെ സ്വീകരിക്കാൻ വേണ്ടി. അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതാകട്ടെ 1924 അത് മനസ്സിലുണ്ടാകട്ടെ. 1911 ഡൽഹിയിൽ കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ചു. ആർക്ക് വേണ്ടി? ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി. 1911 ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നതായി പ്രഖ്യാപിച്ചു. കൽക്കട്ട ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്ന 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നതായി പ്രഖ്യാപിച്ചത് 1911, കൃത്യമായി പറഞ്ഞാൽ 1911 ഡിസംബർ മാസം 12-ാം തീയതി. എന്തുകൊണ്ടാണ് ഡിസംബർ 12 എന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തത്? സാധാരണ അതിൽ ആവശ്യമില്ല മെൻഷൻ ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, 1911 ഡിസംബർ മാസം പ്രഖ്യാപിച്ചു. എന്നിട്ട് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റാൻ വെറുതെ ആൾക്കാർ മാത്രം പോയാൽ മതിയോ? ഇല്ല. സർക്കുലേഴ്സ് ഉണ്ടാവും, ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ടാവും, അതിനുവേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും ഡൽഹിയിൽ അല്ലെ. അങ്ങനെ ചെയ്തു വന്നപ്പോ എന്നായിപ്പോയി? 1912 ആയിപ്പോയി. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ 1911 ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നതായി പ്രഖ്യാപിച്ചു. 1912 ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. 1912 ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. പ്രഖ്യാപിച്ചത് 11-ലും, മാറ്റുന്നത് 12-ലും. ഓക്കെ. 1911 ബ്രിട്ടീഷുകാർ ഏറെ പഴികേട്ട ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. അപ്പൊ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതാരാ? ഹഡ്സൺ പ്രഭു. ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്നത് ആരുടെ കാലഘട്ടത്ത്? മിന്റോ സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തതാരാ? ഹാർഡിഞ്ച് പ്രഭു. ഓക്കെ, ഹാർഡിഞ്ച് സെക്കൻഡ്. ഓക്കെ അല്ലേ? അപ്പൊ 1911 ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നതായി പ്രഖ്യാപിച്ചു എന്ന് ഡിസംബർ 12-ാം തീയതി. തുടർന്ന് 1912 ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? ഡൽഹിയിലേക്ക് മാറ്റി. കൽക്കട്ടയിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? ഡൽഹിയിലേക്ക് മാറ്റി. ഓക്കെ അല്ലേ?
യെസ്, ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. 1912 ഹാർഡിഞ്ച് പ്രഭുവിനെ വധിക്കാൻ ശ്രമിച്ചത് റാഷ് ബിഹാരി ബോസും സജീന്ദ്ര സന്യാലുമായിരുന്നു. ഇവരൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ അംഗങ്ങളായിരുന്നു കേട്ടോ. റാഷ് ബിഹാരി ബോസും സചീന്ദ്ര സന്യാലും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവായിരുന്നു റാഷ് ബിഹാരി ഘോഷ്. റാഷ് ബിഹാരി ഘോഷ്, അത് റാഷ് ബിഹാരി ഘോഷാണ്. ഇവിടെ നമ്മൾ പറയുന്ന ആരാ? റാഷ് ബിഹാരി ബോസ് ആണ്. ഓക്കെ. അപ്പൊ ഹാർഡിഞ്ചിനെ വധിക്കാൻ ശ്രമിച്ചത് റാഷ് ബിഹാരി ബോസും സജീന്ദ്ര സന്യാലും ഇവിടെ വെച്ച ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച്. പക്ഷേ ഹാർഡിഞ്ച് പ്രഭു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ അറിയാം കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും റാഷ് ബിഹാരി ബോസിനെയും സജീന്ദ്ര സന്യാലിനെ അറസ്റ്റ് ചെയ്യും അല്ലെ. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. സജീന്ദ്ര സന്യാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ റാഷ് ബിഹാരി ബോസ് എന്ത് ചെയ്തു? ഇവിടുന്ന് പലായനം ചെയ്തു. പലായനം ചെയ്ത് എവിടെ പോയി? ജർമ്മനിയിൽ പോയി. ജർമ്മനിയിൽ പോയി ഒളിച്ചു താമസിക്കുകയാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ജർമ്മനിയില് ജർമ്മൻ സൈന്യത്തിൽ ചേർന്ന് അദ്ദേഹം ആർക്കെതിരെ പോരാടി? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട്, ബ്രിട്ടീഷ് കോളനിയായ ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് റാഷ് ബിഹാരി ബോസ് ഒരു ചാരനായിരിക്കുമോ എന്നൊരു ഡൗട്ട് ആർക്കുണ്ടായി? ജർമ്മൻ സേനയ്ക്ക് ഉണ്ടായി. അതുകൊണ്ട് ജർമ്മൻ സേന ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്ത് പുള്ളി വീണ്ടും അവിടെ നിന്ന് പലായനം ചെയ്തു. എങ്ങോട്ട് പോയി? ജപ്പാനിൽ പോയി ഒളിച്ചു താമസിക്കുക. അങ്ങനെ ജപ്പാനിൽ ഒളിച്ചു താമസിച്ച് കുറെ വർഷം കഴിഞ്ഞു. ജപ്പാൻ എന്ന് പറയുന്നത് ജർമ്മനിയുടെ സൈന്യമായിരുന്നു, സഖ്യമായിരുന്നു നമുക്കറിയാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ സേന ഒരുപാട് പേര് ജർമ്മനിയുടെയും ജപ്പാന്റെയൊക്കെ പിടിയിലകപ്പെട്ടു. അങ്ങനെ ഇവർക്ക് 1940കളുടെ തുടക്കത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ പിടിയിലകപ്പെട്ട ഇന്ത്യൻ സൈനികരെ അവർ മോചിപ്പിച്ചു. അപ്പൊ റാഷ് ബിഹാരി ബോസ് ജപ്പാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഈ സൈനികരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇന്ത്യയിൽ കോളനിവൽക്കരണം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ജപ്പാന്റെ സഹായം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ റാഷ് ബിഹാരി ബോസ് ആ ജയിൽ മോചിതരായ ഇന്ത്യൻ സൈനികരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് 1942 രൂപീകരിക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, 1912 വിപ്ലവകാരിയായിരുന്ന യുവാവായിരുന്ന റാഷ് ബിഹാരി ബോസ് ഹാർഡിഞ്ചിനെ വധിക്കാൻ ശ്രമിച്ചു. 1942 ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്താരംഭിക്കുക? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആരംഭിക്കുക. പക്ഷെ അപ്പോഴ് അത്രയധികം ആരോഗ്യമുണ്ടാകുമോ? ശാരീരിക ആരോഗ്യം ഉണ്ടാവും അദ്ദേഹത്തിന് പോരാടാൻ? ഇല്ല. അതുകൊണ്ട് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന് കത്തെഴുതി, താങ്കൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പോരാടണം. അങ്ങനെയാണ് 1943 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ നേതൃത്വം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയും അതിനെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് റീനെയിം ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് ചരിത്രം. നമ്മൾ പിന്നീട് അങ്ങോട്ട് പഠിക്കും. ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോ ഹാർഡിഞ്ചിനെ വധിക്കാൻ ശ്രമിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. പക്ഷേ പോലീസ് പിടിയിലാകുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു? പലായനം ചെയ്തു. ജർമ്മനിയിലേക്കും അവിടുന്ന് ജപ്പാനിലേക്കും പോയി. ഇദ്ദേഹമാണ് എന്ത് രൂപീകരിക്കുന്നതും? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകരിക്കുന്നതും. എന്തുകൊണ്ടാണ് സാറേ ഇവിടെ പറഞ്ഞുകൂടെ എന്ന് നിങ്ങൾ ചോദിക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ വൈസ്രോയിമാരെ പഠിച്ചുകൊണ്ടിരിക്കണേ. അതിനകത്ത് റാഷ് ബിഹാരി ബോസിന്റെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ മദൻ മോഹൻ മാളവിയുടെ ഒക്കെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പുകഞ്ഞു പോകും. അതുകൊണ്ട് സ്ട്രക്ചറായിട്ട് നമുക്ക് പഠിക്കാം. വൈസ്രോയിമാർ, നമ്മൾ ഗവർണർസിൽമാർ പഠിച്ചു, വൈസ്രോയിമാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വൈസ്രോയിമാരെ കൃത്യമായി പഠിച്ചു തരുന്നിട്ട് നമ്മൾ 1857 വിപ്ലവം പഠിക്കും. അത് കഴിഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നവോത്ഥാന പ്രസ്ഥാനങ്ങളും പഠിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഈ ദേശീയ പ്രസ്ഥാനത്തേക്ക് കടന്നു വരിക. അപ്പൊ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാണ്. ആരാണ് വൈസ്രോയി, ഏത് കാലഘട്ടത്താണ് ഇത് സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ നാഷണൽ ലീഡേഴ്സിലേക്ക് പോകും. മനസ്സിലായോ? ആ രീതിയായിരിക്കും നമുക്ക് മനസ്സിലാക്കി വെക്കാൻ ഏറെ പ്രയോജനം. അതോടൊപ്പം ഇത് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് പോകുന്നത് കേട്ടോ. ബി ഹാപ്പി ഓൾവേസ്. അപ്പൊ 1912 ഹാർഡിഞ്ച് പ്രഭുവിനെ വധിക്കാൻ ശ്രമിച്ചത് റാഷ് ബിഹാരി ബോസും സചീന്ദ്ര സന്യാലും എവിടെ വെച്ച്? ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച്. 1915 ഇന്ത്യൻ പ്രതിരോധ നിയമം പാസാക്കി, ഇന്ത്യൻ ഡിഫൻസ് ആക്ട്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കോളനിയായ ഇന്ത്യയെ ആക്രമിച്ചാൽ അത് ബ്രിട്ടനെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ ഇന്ത്യയെ ബ്രിട്ടീഷ് ചേരിയിലേക്ക് കൂട്ടിച്ചേർത്തു എന്നതല്ലേ യാഥാർത്ഥ്യം? മനസ്സിലായോ? യുദ്ധം, ലോകമഹായുദ്ധം നടക്കുകയാണ്. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഒറ്റ ചേരിയിൽ നിന്ന് പോരാടുകയാണ്. ആർക്കെതിരെ? ജർമ്മനിക്കും ഇറ്റലിക്കും ജപ്പാനൊക്കെ എതിരെ. പക്ഷേ
1915 ബ്രിട്ടീഷ് പാർലമെന്റ് പ്രഖ്യാപിക്കുകയാണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തൊട്ടാൽ അത് ഞങ്ങളെ തൊട്ടതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഞങ്ങളുടെ ശക്തി എന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലേ? ഞങ്ങളുടെ സഖ്യമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതിന് ഇന്ത്യക്കാരുടെ അനുമതിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇന്ത്യക്കാരെന്ത് ചെയ്തു? അതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ഓക്കെ. അത് നമ്മൾ നാഷണൽ മൂവ്മെന്റ് പിടിക്കുമ്പോഴാണ് അത് വ്യക്തമായിട്ട് പറയാം. അപ്പോ ആ ഇന്ത്യൻ പ്രതിരോധ നയം ഇന്ത്യക്കാരെന്ത് ചെയ്തു? വിമർശിച്ച ഒരു കാര്യമാണ്. അത് മനസ്സിലുണ്ടാവട്ടെ. അപ്പൊ 1915 ഇന്ത്യൻ പ്രതിരോധ നിയമം പാസ്സാക്കി. ആ പ്രതിരോധ നിയമം എന്ന് പറയുമ്പോഴ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്രിട്ടൻ ബ്രിട്ടീഷ് കോളനിയായ ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ആരെ ആക്രമിക്കുന്നതിന് തുല്യം? ബ്രിട്ടനെ ആക്രമിക്കുന്നതിന് തുല്യം. അഥവാ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ സഖ്യമാണ് ഇന്ത്യ എന്ന കോളനി. അതായിരുന്നു ഈ പ്രതിരോധ നിയമം. ഏത് കാലഘട്ടത്താണ്? ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. അതുകൊണ്ട് പ്രതിഷേധമുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പിന്നീട് പിൻവലിക്കുമോ? പിൻവലിക്കും. ഇന്ത്യന്റെ പ്രതിരോധ നിയമം പിൻവലിച്ചത് പിന്നീടാണ്. കേട്ടോ? ഓക്കെ, ഓർമ്മിച്ചേക്കാം. അത് റീഡിംഗ് പ്രൂഫിന്റെ കാലഘട്ടത്താണ് ഇന്ത്യൻ പ്രതിരോധ നിയമം പിൻവലിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പറയുക? ഹാർഡിഞ്ച് പ്രൂഫ് സെക്കൻഡ് പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. ഹാർഡിഞ്ച് പ്രൂഫിന്റെ കാലയളവ് 1910 മുതൽ 16 വരെ. 1911 ബോംബെയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം ആരംഭിച്ചു. ജോർജ് അഞ്ചാമൻ രാജാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി. 1911 ഡൽഹിയിൽ കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ചു. ജോർജ് അഞ്ചാമൻ രാജാവിനോടുള്ള ആദരസൂചകമായി. 1911 ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നതായി പ്രഖ്യാപിച്ചു. ഡിസംബർ 12 തീയതിയാണ്. അതുകൊണ്ട് തന്നെ 1912 ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത്. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് സെക്കൻഡാണ് മറക്കരുത്. 1912 ഹാർഡിഞ്ചിനെ വധിക്കാൻ ശ്രമിച്ചത് രാഷ് ബിഹാരി ബോസും സജീന്ദ്ര സന്യാലും ചേർന്ന് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച്. പക്ഷേ രാഷ് ബിഹാരി ബോസ് പിടിക്കേടിയിലാകുമെന്നായപ്പോൾ അദ്ദേഹം പലായനം ചെയ്തു. ഹാർഡിഞ്ച് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. 1915 ഇന്ത്യൻ പ്രതിരോധ നിയമം പാസ്സാക്കുന്നത് ഹാർഡിഞ്ച് സെക്കൻഡിന്റെ കാലഘട്ടത്ത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് 2 വൈസ്രോയിമാരെ കുറിച്ചാണ്. ആരെക്കുറിച്ച്? മിന്റോ സെക്കൻഡിനെ കുറിച്ചും ഹാർഡിഞ്ച് സെക്കൻഡിനെ കുറിച്ചും പഠിക്കാം. പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്ത ക്ലാസ് അവസാനിപ്പിക്കാം. മിന്റോ സെക്കൻഡിന്റെ കാലഘട്ടം 1905 മുതൽ 1910 വരെ. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം അഥവാ വന്ദേമാതരം പ്രസ്ഥാനം ഇന്ത്യയിലെ ധീര ദേശാഭിമാനികൾ ആരംഭിച്ചത് മിന്റോ സെക്കൻഡിന്റെ കാലഘട്ടം. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്നത് മിന്റോ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ്. 1906 ധാക്ക ആസ്ഥാനമായി മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. 1907 മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറൻ ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദു സഭ രൂപീകരിക്കപ്പെട്ടു. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജിക്കപ്പെടുകയും തീവ്രവാദി വിഭാഗം INC ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി നിയമിച്ചത് മിന്റോ സെക്കൻഡ് ആണ്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അരുൺ ഡേൽ ആയിരുന്നു. 1908 ഖുദ്രാം ബോസ് കൊല്ലപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദ്രാം ബോസ്. 19ാമത്തെ വയസ്സിൽ തൂക്കുകയറിൽ ഏറ്റപ്പെട്ടു. 1908 ഇന്ത്യൻ പത്രനിയമം പാസാക്കി. ഇന്ത്യൻ പത്രങ്ങളെ കൃത്യമായി പരിശോധിച്ചുറപ്പിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാസാക്കിയ നിയമമാണ്. ഇത് പിന്നീട് റീഡിംഗ് പ്രൂഫാണ്. റദ്ദ് ചെയ്യുക, മനസ്സിലുണ്ടാവട്ടെ. സാമുദായിക സംവരണ മണ്ഡലങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിന്റോ സെക്കൻഡാണ്. എന്തുകൊണ്ട്? 1909 മിന്റോ സെക്കൻഡിന്റെ കാലഘട്ടത്താണ് ഇന്ത്യൻ കൗൺസിൽ നിയമം പാസാക്കുക. ആ സമയത്ത് വൈസ്രോയി മിന്റോ ആയിരുന്നു, വൈസ്രോയി മോർലി ആയിരുന്നു. ഈ രണ്ടുപേരുമാണ് നടപ്പിലാക്കേണ്ടത് എന്നതുകൊണ്ട് 1909 ഇന്ത്യൻ കൗൺസിൽ നിയമത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചു? മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് വിശേഷിപ്പിച്ചു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെ നിയമിക്കും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് SP സിൻഹ അഥവാ സചീന്ദ്ര പ്രസാദ് സിൻഹ. അടുത്ത് പറയുന്നു ഹാർഡിഞ്ച് സെക്കൻഡ് കാലയളവ് 1910 മുതൽ 16 വരെ. 1911 ബോംബെയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ചത് 1924 ആരെ സ്വീകരിക്കുവാൻ? ജോർജ് അഞ്ചാമനെ സ്വീകരിക്കുവാൻ. ആ സമയത്ത് ബ്രിട്ടീഷ് രാജാവായിരുന്നു ജോർജ് അഞ്ചാമൻ. 1911 ഡൽഹിയിൽ ജോർജ് അഞ്ചാമനോടുള്ള ആദരസൂചകമായി കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ചു. ഈ കൊറോണേഷൻ ദർബാറിനെ വിമർശിച്ചുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ പുസ്തകമാണ് ഡൽഹി ദർബാർ. 1911 ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നതായി പ്രഖ്യാപിച്ചു. ഡിസംബർ 12 തീയതി. 1912 ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? ഡൽഹിയിലേക്ക് മാറ്റി. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുകയും ചെയ്തു. 1912 ഹാർഡിഞ്ചിനെ വധിക്കാൻ ശ്രമിച്ചത് രാഷ് ബിഹാരി ബോസും സജീന്ദ്ര സന്യാലും ചേർന്നു. പക്ഷേ ഹാർഡിഞ്ച് പ്രൂഫ് രക്ഷപ്പെട്ടു.
PS സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹാർഡ് ഡിസ്ക് പ്രഭു വധിക്കാൻ ശ്രമിച്ചത് ആര്? റാഷ് ബിഹാരി ബോസും സജീന്ദ്ര സന്യാലും. എവിടെ വെച്ചാ? ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച്. 1915 ഇന്ത്യൻ പ്രതിരോധ നിയമം പാസാക്കി. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ 2 വൈസ്രോയിമാരെ പഠിച്ചുറപ്പിച്ചു. ആരൊക്കെയാണ് നമ്മൾ പഠിച്ചേ? ഒന്ന് മിന്റോ സെക്കൻഡ്, 2 ഹാർഡിഞ്ച് സെക്കൻഡ്. ഇതില് മിന്റോ സെക്കൻഡിന്റെ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. 1908 ഇന്ത്യൻ പത്ര നിയമം പാസ്സാക്കിയത്. 1908 ഇന്ത്യൻ പത്ര നിയമം പാസ്സാക്കിയത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. 2 1915 ഹാർഡിഞ്ച് സെക്കൻഡിന്റെ കാലഘട്ടത്ത് ഇന്ത്യൻ പ്രതിരോധ നിയമം പാസ്സാക്കിയത്. ഇന്ത്യൻ പ്രതിരോധ നിയമം പാസ്സാക്കിയത്. ഓക്കെ. 1908 ഈ പത്ര നിയമം, ഇന്ത്യൻ പത്ര നിയമം റദ്ദ് ചെയ്യുന്നത് പിന്നീട് റീഡിംഗ് പ്രൂഫ് ആയിരുന്നു. ഇന്ത്യൻ പ്രതിരോധ നിയമം റദ്ദ് ചെയ്യുന്നതും റീഡിംഗ് പ്രൂഫ് തന്നെയാണ്. അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അടുത്ത ദിവസം നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ആരെക്കുറിച്ച്? ചെംസ്ഫോർഡ് പ്രഭുവിനെ കുറിച്ച്. ചെംസ്ഫോർഡ് പ്രഭുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം അവിടെ വീണ്ടും നമ്മൾ ഓർമ്മിക്കേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വരിക. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി പോയാൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ബൈ.